ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പകുതി ഉണ്ടാക്കി വെച്ചൊരു പലഹാരത്തിൻ്റെ ബാക്കിയാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ സേവനാഴിയിലൂടെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് എണ്ണയിലിട്ട് പൊരിച്ചിട്ട് പിന്നെ നമ്മളത് പൊടിച്ചൊക്കെ വെച്ചിട്ടില്ലായിരുന്നോ, ആ ഒരു സംഭവത്തിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇതിനെ നമ്മൾ ദ്വീപ് ലഡു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെ ഓരോരുത്തരായിട്ട് തുണിയിൽ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അതെ തുണിയിൽ ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് നല്ലതുപോലെ അതിങ്ങനെ ഉരുട്ടി എടുക്കും. ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കും. ഇത് ചൂടോടുകൂടിയാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ചൂട് അധികം കയ്യിലാകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു തുണി വെച്ച് ചെയ്യുന്നത്. എന്നാലും ചൂടാകും, കൈ വെച്ച് നമുക്ക് ഉരുട്ടാൻ പറ്റത്തില്ലല്ലോ. അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഉരുട്ടി എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ തുണിയിലും കുറച്ച് പഞ്ചസാര തൂകുന്നുണ്ട്, അതായത് പഞ്ചസാരയുടെ പൊടി തൂകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈദാമാവും ഉപ്പും കൂടെ ചേർത്ത് മാവ് കുഴച്ചിട്ട് അത് സേവനാഴിയിലൂടെ നമ്മൾ പീച്ചി എടുത്തിട്ട് പിന്നെ അത് എണ്ണയിലിട്ട് പൊരിച്ച് പിന്നെ അത് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ട് ഇതുപോലെ ഉരുളിയിലാക്കിയിട്ട് ഇതേ കണ്ടോ ഇങ്ങനെ പഞ്ചസാര ലായനിയും കൂടെ ചേർത്തിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ. ഓരോരുത്തർക്കായിട്ട് ഇതേ ഇങ്ങനെ തുണിയിലേക്ക് ഇങ്ങനെ ഇതേ കണ്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ പാസ് ചെയ്ത് ഓരോരുത്തർക്കും കൊടുത്ത് എല്ലാവരും ആ ചുറ്റിലും ഇരുന്ന് എല്ലാവരും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ദ്വീപ് ലഡു. അപ്പോൾ ഭയങ്കര ഹാർഡാണ് കേട്ടോ ഈ സംഭവം. പെട്ടെന്ന് ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. ഇതേ കണ്ടോ സിറപ്പ് ഒഴിക്കുന്നത്. ഇങ്ങനെ ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ പൊടിയും കൂടി ഇട്ടിട്ടാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പലഹാരം ഉണ്ടാക്കലാണ് ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ കണ്ടോ ആ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ലഡുവിൻ്റെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനിയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് മാറ്റി വെക്കുവാണ് കേട്ടോ. അതായത് ഭയങ്കര പാടുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ ചെയ്തു വെക്കും. എന്നിട്ട് അതിൻ്റെ ബാക്കിയൊക്കെ ഇതുപോലെ ദിവസങ്ങളിലൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് വേറൊരു പലഹാരം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഇങ്ങനെ ചുറ്റിലിരുന്ന് ഇവിടെ നമുക്കെല്ലാവർക്കും കുടിക്കാനുള്ള ചായ ഈ ഉമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഈ ഉമ്മ ആണ് കേട്ടോ ഇന്നും ഇവിടെ എല്ലാവർക്കും വേണ്ട ചായ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇന്നലെ നമ്മൾ മാസപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാസിൻ്റെ മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മാസപ്പം തയ്യാറാക്കാൻ വേണ്ടി മാവ് കുഴയ്ക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഇങ്ങനെ മയം വരുത്തി എടുക്കണം. അപ്പോൾ മാസപ്പത്തിൻ്റെ മാസ് നമ്മൾ ഇന്നലെ കൂട്ടി വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ബുദ്ധിമുട്ടുള്ള പരിപാടി ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചു. എന്നിട്ട് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇനി ഇത് നമ്മൾ പരത്താനുണ്ട് കേട്ടോ. ചെറിയ ഉരുളയാക്കി എടുക്കുന്നത്, ചെറുതായിട്ട് നമുക്ക് കിട്ടിയാൽ മതി ഇത്. എന്നിട്ട് ഇനി ഇത് നമ്മൾ നല്ലതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ ഇവിടെ ഉരുട്ടുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ചെറിയ ഉരുളയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ഇവിടെ പരത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് വെക്കാനുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിൻ്റെ പേരാണ് മാസപ്പം. ഇത് ദ്വീപുകാരുടെ സ്പെഷ്യൽ ഒരു സ്നാക്സ് ആണ് കേട്ടോ. മാസപ്പം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഇതേ കണ്ടോ അങ്ങനെ ചെറിയ എന്താ പറയുന്നത് ചപ്പാത്തി പോലെ ചെറിയതായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്കിത് കൈകൊണ്ടും ഷേപ്പാക്കി എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അച്ചുകളിനകത്ത് വെച്ചും നമുക്കത് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇത് കൈകൊണ്ട് ചെയ്യാനായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കണം. അതായത് പെട്ടെന്നൊന്നും അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞുറിഞ്ഞെടുക്കാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അച്ചുണ്ട് കേട്ടോ. ആ ഒരു അച്ചിനകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ ഇതുപോലെ മാവും വെച്ച് അതിനകത്ത് ഫില്ലിങ്ങും വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് എടുക്കും. എന്നിട്ട് ആ ബാക്കിയുള്ള മാവെല്ലാം ഇങ്ങനെ വെളിയിലോട്ടുള്ളതെല്ലാം നമ്മളിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാസപ്പത്തിൻ്റെ സംഭവം റെഡിയായി. ഇത് കൈ കൊണ്ട് ഞുറിയുന്നുണ്ടോ, ഇത് ഇച്ചിരി പാടുള്ള പണിയാട്ടോ. ഇത് ഇച്ചിരി അറിഞ്ഞിരിക്കണം ഈ സംഭവം. എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഞുറിയാൻ അറിയത്തില്ല. ഇവിടെ നല്ല സൂപ്പറായിട്ട് ഞുറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അടിപൊളി.
കൈ കൊണ്ടുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ഷേപ്പും വന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഈ ഒരു കോഴിയട ഇല്ലേ, മലബാർ ഏരിയയിലൊക്കെയുള്ള കോഴിയട, അതിൻ്റെ ഒരു സാമ്യം കാണുന്നുണ്ട്. അതായത് അവരതിനകത്ത് ഫില്ലിങ് വെക്കുന്നത് വേറെ, നമ്മളിതേ ഇതിനകത്ത് മാസിൻ്റെ ഫില്ലിങ് വെക്കുന്നു. അപ്പോൾ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് കോഴിയടയുടെ ആ ഒരു ഇതിനോട് സാമ്യമുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടോ, ഈ കൈ കൊണ്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട്. ഇതിങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ മാസപ്പത്തിൻ്റെ പരിപാടിയും ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ദീപ് ലഡുവും ഉണ്ടാക്കി. അപ്പോൾ അതേ ഒരിടത്ത് മാവ് കുഴയ്ക്കുന്നു, ഒരിടത്ത് മാവ് പരത്തുന്നു, പിന്നെ അടുത്തവർ അതിനകത്ത് ഫില്ലിങ് ചെയ്യുന്നു, കുറച്ച് പേര് അച്ച് വെച്ച് ചെയ്യുന്നു, കുറച്ച് പേര് കൈവച്ച് ചെയ്യുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ദേ നമ്മുടെ മാസപ്പത്തിൻ്റെ പരിപാടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഒരു അച്ചിൽ വെച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷെ നമ്മുടെ മറ്റേതിൻ്റെ അത്ര ആ ഒരു ഫിനിഷിങ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ എല്ലാവരും ഈ ഒരു പരിപാടി ചെയ്തപ്പം എനിക്കും കൂടെ ഒരു കൊതി തോന്നി കേട്ടോ. ഞാനും കൂടെ ദേ അതിനകത്തൊന്ന് കൈവച്ച് നോക്കി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ അതിനകത്ത് ആ ഒരു പ്രസ്സിൽ വെച്ചിട്ട് ചെയ്തിട്ട് ആ ഒരു ഫിനിഷിങ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര രസം തോന്നും. പിന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നും. ഇത് ഇച്ചിരി ഒന്നും അല്ല ഉണ്ടാക്കേണ്ടത് കേട്ടോ, കുറേ ഉണ്ടാക്കാനുണ്ട്. ഒരു വലിയ ചരുവം നിറച്ച് നമ്മുടെ ഇതിരിപ്പുണ്ട്, മാസിൻ്റെ മിക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് ഈ ഒരു മാസപ്പത്തിൻ്റെ പരിപാടി തീരത്തില്ല, നാളെയും കൂടെ ചെയ്താൽ മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത്. ഇത് അടുത്തതായിട്ട് നമ്മൾ ആ ഒരു അച്ചിൽ വെച്ച് ചെയ്തെടുത്ത സംഭവം ഇനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ആ ഒരു സംഭവത്തിന് ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, മാസപ്പം. ഇനി ഇത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ മാസപ്പം റെഡിയായി വരുന്നത്. നല്ല കരിമുരുന്നുള്ള നല്ല അടിപൊളി മാസപ്പം റെഡിയായിട്ട് വരും. അപ്പുറത്തും ഇപ്പുറത്തും കൂടെ നിന്നിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സൂപ്പറാട്ടോ. അല്ലെങ്കിലും പാചകം എന്ന് പറയുന്നത് അതൊരു രസമുള്ള കാര്യമാണ്. അതറിയുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ രസമാണ്, പിന്നെ കണ്ടു നിൽക്കുന്നവർക്കാണെങ്കിൽ അതിലേറെ രസമാണ്. അപ്പോൾ കല്യാണ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലഹാരങ്ങളുടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാസപ്പം ഒരിടത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി കുറേ പലഹാരങ്ങൾ ഇനിയും ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പലഹാരങ്ങളുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ മാസപ്പം തയ്യാറായി കേട്ടോ. ആവശ്യത്തിന് അത് മൂത്ത് കഴിഞ്ഞു. ഇനി അത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം നോക്കിയിരുന്ന 2 ദിവസത്തെ പണിയാണ് ഈ മാസപ്പത്തിൻ്റെ. ഇന്നലെ മിക്സിങ്, ഇന്ന് ബാക്കി ഫില്ലിങ്, അതുപോലെ പൊരിക്കൽ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ മാസപ്പം റെഡിയായി കേട്ടോ. അപ്പോൾ ഈ മാസപ്പം എന്ന് പറയുന്നത് ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. അതായത് ഈ മാസം എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ ഉണ്ടാക്കുന്നതാണല്ലോ. അതായത് നമ്മുടെ ചൂരമീനിനെ കഴുകി വൃത്തിയാക്കി അതിനെ പുഴുങ്ങി പുക കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നതാണ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാസം വെച്ച് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ ലക്ഷദ്വീപുകാരുടെയാണ് കേട്ടോ. അത് വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കും. അതിൽ ഒരു ഐറ്റം മാത്രമാണ് ഈ കാണുന്ന മാസപ്പം. ഈ മാസപ്പം എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂടോടൊക്കെ കഴിക്കണം, അടിപൊളിയാണേ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാണ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. ദ്വീപിലെ കല്യാണ വിശേഷങ്ങളാണ്. അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇപ്പം പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പണിയാണ്, ഇനി അങ്ങോട്ടാണ് ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.